ഹലോ ഗൈസ് വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നേ. അപ്പോഴാണ് നമ്മൾ ഈ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഞാൻ അന്ന് കാണിച്ചില്ലായിരുന്നു അവിടെ ഒരു ചെറിയൊരു കുളം മോഡൽ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ ഫുൾ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് ഇതിനെ ഫീഡ് ചെയ്യാറുണ്ട്. ബ്രെഡ് ബിസ്ക്കറ്റ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവർക്ക് ഇട്ട് കൊടുക്കും. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന സംഭവം. ഇത്രയും മീനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പിടിക്കണം പിടിക്കണമെന്ന് തോന്നും. പക്ഷേ പിടിക്കാൻ പാടില്ല. ഇവർ വളർത്തുന്ന മീനാണ്. അങ്ങനെ ഒരുപാട് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നോക്കി നിന്നു. ശേഷം നമ്മളിങ്ങനെ മെല്ലെ പതിയെ ബീച്ചിലേക്ക് പോവാമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ ബീച്ചിലോട്ട് അങ്ങ് നടന്നു. നടന്നിട്ടും അങ്ങ് എത്തുന്നില്ല ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ 2 വണ്ടികൾക്കിടയിലൂടെ അങ്ങ് നടന്നു. നമ്മൾ കൊലവാണി ബീച്ചിലേക്ക് നമ്മൾ എത്താനായി ഗൈസ്. യെസ്. സാധാരണ ഇവിടെ ഒരു വൈകുന്നേരം 5 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ആൾക്കാരങ്ങ് നിറയും. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ആൾക്കാർ വളരെ കുറവായിരുന്നു. ആകെ 2-3 പേരൊക്കെ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കടൽ നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരുന്നു. പിന്നെ അപ്പോഴാണ് ഒരു മോഹം തോന്നിയത്. എന്തായാലും ഇവിടം വരെ വന്നു, അന്ന് കുളിച്ചങ്ങ് വരാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ജസ്റ്റ് ഒന്ന് കാലങ്ങ് നനച്ചു. യെസ്. അപ്പോൾ ഒരു ധൈര്യം കൂടി. പിന്നെ ഞാനും ജിനു സാറും സാന്ദ്ര ബിപിയും കൂടി കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ആഴമുണ്ടോ എന്നറിയാൻ വേണ്ടി ആദ്യം ഞാനും ജിനു സാറും ഒരു 100 മീറ്റർ ഞങ്ങളങ്ങ് നടന്നു. അപ്പോഴാണ് മനസ്സിലായത് അവിടെയൊന്നും ആഴമില്ല ഗൈസ്. ഒരുപാട് വലിയ വലിയ കോറൽസ് ഒക്കെ ഉണ്ട്. നമുക്കങ്ങനെ നടന്നങ്ങനെ പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്താക്കി, ക്രോക്സിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചുറ്റുപാടൊക്കെ നോക്കി, കുഴപ്പമില്ലാന്ന് നോക്കി. പിന്നെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നോക്കി, വീഴാൻ പോയി. ഇവിടെ അങ്ങനെ ബാലൻസ് കിട്ടില്ല. തിര വരുമ്പോൾ നമ്മളങ്ങ് പോവും. അപ്പോൾ സേഫാണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ വീണ്ടും കരയ്ക്ക് വന്നു. യെസ്. ഇനി നമുക്ക് സാന്ദ്ര വിപിയും കൊണ്ട് പോകണം. യെസ്. ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച പിന്നെയും കണ്ടത്. ഇവിടെയുള്ള എല്ലാ മലയാളികളും അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വിചാരിക്കും ഇവിടെ മലയാളി അസോസിയേഷൻ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ അസോസിയേഷൻ ഒന്നുമില്ല. ഇവിടെയുള്ള മലയാളി ടീച്ചർമാരും അവരുടെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങ് ആർമാദിച്ചു. അപ്പോഴാണ് എനിക്ക് ആ കോട്ട് ഓർമ്മ വന്നത്. നമ്മളെല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാൻ നിന്നാൽ നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ ഗൈസ്. കിട്ടിയ സമയം നമ്മൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. നേരുന്നു ശുഭദിനം.